വരിയിലേ ഊറ്റാൻ പറ്റും. ഇവിടെ കൂടെ ചില്ലറ ലവേഴ്സ് എല്ലാം നടക്കണത്. 5 മാർക്കിന്റെ 4 മാർക്കിന്റെ എല്ലാം തള്ളി വെച്ചു. ഭയങ്കര പാടായിരുന്നു. എക്സാം എല്ലാം എഴുതിയിട്ട് നമ്മൾ സുഗുണന്റെ ഓട്ടോയിൽ വീണ്ടും യാത്രയാകുകയാണ്. വാ, ഇതിനേക്കാളും ബസ് കയറി പോയാ മതിയായിരുന്നു. വിശന്നിട്ട് വയ്യാത്തോണ്ട് നമ്മള് വീണ്ടും ബിരിയാണി വാങ്ങാൻ പോവുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കോളേജിൽ പോകാൻ പോവുകയാണ്. ക്യാനെന്നെ കൊണ്ടാക്കാൻ പോണത്. കൊണ്ടാക്കിത്താ. നമ്മള് വണ്ടി കയറാൻ പോവുകയാണ് ഗൈസ്. കോളേജിൽ പോവാം. സ്റ്റാർട്ടായി. നമ്മളെ റോഡിന്റെ അവസ്ഥ കണ്ടോ? ഒരിച്ചമീൻ റോഡായി പോയി. എന്ത് ചെയ്യാൻ? ഞാൻ ഇതിലെ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോ തിരിച്ചു പോകണം. പിന്നെ ഒരു പൂച്ച പോകണം. ഒരേനെ കിട്ടി. അങ്ങനെ നമ്മള് പോയാണ് കോളേജിൽ. നമ്മളെവിടെ എത്തിക്കാ? കച്ചവടത്തില്ല. എല്ലാരും കുറച്ചുപേരൊക്കെ കോളേജിൽ പോകണം. കോളേജൊക്കെ അടച്ചിട്ടിരിക്കുന്നോണ്ട് പിള്ളേരെയൊന്നും അത്ര കാണാനില്ല. കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരെല്ലാരും ബസ്സില്. ഞാൻ പറഞ്ഞ എന്നെ ഇന്ന് കൊണ്ടാക്കി തരാം. രസമല്ലേ? ഓണവരിയിലേ ഊറ്റാൻ പറ്റും. ഓക്കേ. കറങ്ങാൻ പോയിട്ടല്ലേ? നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. നമ്മളെല്ലാരും എല്ലാ വിഷയത്തിലും ജയിക്കണം. ഓക്കേ. ഈ ഒരു റോഡ് ഉണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. അപ്പുറം നല്ല പച്ച. നിങ്ങൾക്ക് അതൊക്കെ തന്നെ വലിയ പണി. അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. പുഴ അത് തന്നെ. ഈ റോഡ് നല്ല രസമാണ് കാണാൻ. വലിയ ആള് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെയാണ്. നമ്മളെന്നും മുമ്പ് ഞാനുഭാവി ഇതിലെ കൂടെയാണ് വന്നോണ്ടിരുന്നത്. ഓക്കെയാണ്. ഇവിടെ ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ ബസ്സിലായി. ഇതാണ് നമ്മളെ കാറ്റാടി മുക്കിലെ വഴി. ഇവിടെ കൂടെ ചില്ലറ ലവേഴ്സ് എല്ലാം നടക്കണത് തന്നെ. നെജുമിന്റെ കാമുകി മാത്രല്ല, നിങ്ങളെ കാമുകി ഇതിലെ കൂടെ അല്ലേ? ഞാനും എന്റെ കാമുകനും ഇവിടെ അല്ലായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളെ വഴി. കുറച്ച് ദൂരമുണ്ട്. കാറ്റാടിമുക്കിന്ന് കയറി കുറെ അകത്തോട്ട് പോയാലേ കോളേജ് എത്തത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് VKCT ഉണ്ട്, പിന്നെ MAM സ്കൂളുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ആയിപ്പോ എത്തിയത്. എത്ര മണിയായി? 8 9 കാണത്തുള്ളൂ. അവരൊന്നും എത്തിക്കാണത്തില്ല. അവരിനി ഓട്ടോ വിളിച്ച് പയ്യെ വരത്തുള്ളൂ. ഇനി അവര് ബസ്സിലിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാനായിരിക്കും എത്തുന്നത് ഫസ്റ്റ്. പഠിക്കുകയാണ്. പഠിപ്പി സെൽമായ നീയാ? ഞാൻ പഠിച്ചോണ്ടിരിപ്പിങ്കി പഠിക്കുന്നു ഗൈസ്. അതുകൊണ്ട് പാസ്സാവണം. അവള് വേണ്ടാത്ത എല്ലാം വെട്ടിക്കളഞ്ഞ് വെച്ച് കളഞ്ഞു. എന്റേതൊക്കെ വേണമെന്നെയാണ്, എല്ലാം വേണമെന്നെയാണ്. 5 മാർക്കിന്റെ 4 മാർക്കിന്റെ എല്ലാം തള്ളി വെച്ചു. ഭയങ്കര പാടായിരുന്നു. ടീച്ചറിന്റെ ഒരു കിഴക്കും കിട്ടി. റിസൾട്ട് വരുമ്പോ അറിയാം ജയിക്കണേ പഠിച്ചാലേ. നമ്മൾ ഇറങ്ങാൻ പോകുന്നു. നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് മാത്രമേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫിനാൻസ് ആയിരുന്നു. ഇവിടെ എല്ലാം ശൂന്യമാണ്. കാരണം ഇവിടെ ആരുമില്ല. ഡിഗ്രി പിള്ളേർക്ക് നാളെ ക്ലാസ് തുടങ്ങുള്ളൂ. ആരാ പോണം? ഇതല്ല, അവിടെയാണ് നമ്മൾ എക്സാം എഴുതിയില്ല. അവിടെയാണ് നമ്മൾ എക്സാം എഴുതിയത്.
വല്ലാത്തൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഫ്രണ്ടിലായി പോയി ഗൈസ്. എക്സാം എല്ലാം എഴുതിയിട്ട് നമ്മൾ സുഗുണന്റെ ഓട്ടോയിൽ വീണ്ടും യാത്രയാകുകയാണ്. അവിടെ VKCT പിള്ളേര് നിൽക്കുകയാണ്. നമ്മള് ഫ്രണ്ടില് 2 പേര്, ബാക്കില് 4 പേര്. ഇവിടെ ഫ്രണ്ട് സീറ്റ് കേക്കുമ്മ ആൻഡ് സുഗുണ ഞാനും VKCT പിള്ളേരെ കണ്ടു. കൊറേ പേരുണ്ട്. സീനത്തും ഉണ്ട് നമ്മുടെ കൂടെ. സീനത്തെ ഹായ് പറ. ഇല്ല അല്ല, എക്സാം ഇനിയുണ്ട്. ഇനിയും 5 എണ്ണം. ആകാശം കാണാൻ അടിപൊളി. ആര് അവരെ വിളി പോയവരൊക്കെ. Hey guys, you were ഞാൻ കോളേജിലുണ്ട്. എല്ലാം കുളമായി. അയ്യോ ഇല്ല, കോളേജിൽ നിന്ന് ഇറങ്ങി. നമ്മൾ 3 പേരും ഒരുമിച്ചാണ് കിട്ടുന്നത്. വീഡിയോ പറഞ്ഞല്ലേ. പുതിയ വർഷമാണ് ഷിഫിക്കാടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവള് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പ്രിന്റ് എടുക്കാൻ വന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ഇക്ക. ഇതാണ് ചെലവ്. പോണാ വാ. ഗൈസ്, പിങ്കി പോവുകയാണ്. പിങ്കി ഉണ്ണി പോവുകയാണ്. ടാറ്റാ. ഓ ബൈ. രാജാനെയും ഷെഫീക്കിനെയും കാത്തിരിക്കുകയാണ്. രാജായും ഷെഫീക്ക് ഇതുവരെ വന്നില്ല. ഇതിനേക്കാളും ബസ് കയറി പോയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു തിട്ടപ്പുറത്തിരിക്കുകയാണ്. ഇത് ഷെഫീക്കിന്റെ ബർത്ത്ഡേ ആയിട്ട് ചെലവെവിടെയാടി താടി ഷെഫീക്കിൻ്റെത് നീ തന്നാൽ മതി. ഷെഫീക്കേ എടുക്കൂ. ഗൈസ് വന്നേ, ഇപ്പോഴാണ് ഗൈസ് വന്നത്. നാളെ ശനിയാഴ്ചയല്ലേ കല്യാണി. പരുവല്ലേടി, കേക്ക് എനിക്ക് വെച്ചില്ലെങ്കിലാണ്. വിശന്നിട്ട് വയ്യാത്തോണ്ട് നമ്മള് വീണ്ടും ബിരിയാണി വാങ്ങാൻ പോവുകയാണ്. ബിരിയാണി വേണ്ടേ? യെസ്, ബിരിയാണി വേണം. അതേ ബിരിയാണി വാങ്ങാൻ പോവുകയാണ്. നല്ല വിശപ്പ്, ഭയങ്കര വിശപ്പ്. ട്രിപ്പോ എക്സാമൊക്കെ എഴുതി തളർന്നോണ്ട് എനിക്ക് ബിരിയാണി വാങ്ങി തരാൻ പോവുകയാണ്. വയ്യ, ഭയങ്കര സ്നേഹം. അതാണ് എന്റെയും പേടി. എനിക്കോ ഒന്നോ ഫ്രണ്ടിന്റെ ഒരു വേസ്റ്റ് വണ്ടിയാണോ പോണത്. ഓ വല വേഗം പോ, വിശക്കുന്നു. കിട്ടി ഗൈസ്, ഇതായിരിക്കുന്നു. യെസ്, കിട്ടി. ഇവിടുത്തെ ബിരിയാണി അറിയില്ലെങ്കിൽ ബിരിയാണി നല്ലതാണെന്നാണ് പറയണം. നല്ലതാണെന്നാ പറയണേ. ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ലതാണ്. ഒരു പ്രാവശ്യം സത്യം പറഞ്ഞ ഭയങ്കര ശോകമായിപ്പോയി. ഒരു പ്രാവശ്യം. പിന്നെ കഴിച്ചപ്പോ ഓക്കെ ആയിരുന്നു, സെറ്റ് ബിരിയാണി ആയിരുന്നു. ഇന്ന് കഴിക്കുമ്പോ എങ്ങനെയാണോ എന്തോ നോക്കാം.